പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ശർക്കര വരട്ടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കായാണ് ആദ്യം എടുത്ത് തികയത്തില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കായ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കായ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് 2 ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്താൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ഈ ഓണത്തിന് ശർക്കര വരട്ടി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിൻ്റെ അടുത്തായിട്ടും കൂടെ ഒന്നുകൂടി വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഭാഗം ഒന്ന് ഇളക്കിയെടുത്താൽ പിന്നെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് കഴുകിയതിന് ശേഷം നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഒരു കോട്ടൺ തുണി കൊണ്ടോ നല്ലപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്ക് തരിക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ എല്ലാം ഒരേ അളവിന് തന്നെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് ഇതുപോലെ ഇപ്പം നമ്മളിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കായൊക്കെ ഞാൻ 3 കായ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഏത്തക്കായ. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വറുത്തെടുക്കുക. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലപോലെ എണ്ണ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കായ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ കായും ഒന്ന് നിരത്തി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയം ഒന്നും ഇളക്കാതിരിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇതായി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആവണം കേട്ടോ. നമ്മളിതുപോലെ ഒടിക്കുമ്പോൾ നല്ലപോലെ അത് ഒടിഞ്ഞ് കിട്ടണം. അങ്ങനെ വളഞ്ഞു പോകാൻ പാടില്ല. നല്ലപോലെ മൊരിഞ്ഞ് വരണം. അതുവരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതിയാവും. ഒത്തിരി കൂട്ടി വെച്ച് കരിഞ്ഞു പോകരുത്. പുറം കരിഞ്ഞും പോവും, അവൻ വേഗത്തുമില്ല. ഇപ്പോൾ ഈ നല്ല പരുവത്തിന് നമ്മളിത് ആദ്യത്തെ കുറച്ച് വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇതെല്ലാം എടുക്കുന്നത്. ഇനി അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയും കൂടെ ഇട്ട് വറുത്ത് കോരാം. അങ്ങനെ നമ്മുടെ കായെല്ലാം നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല പരുവത്തിന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഒടിച്ച് നോക്കുക. ഇനി നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 150 ഗ്രാമിൽ കൂടുതലുണ്ട് കേട്ടോ. നമുക്ക് അളവ് അറിയത്തില്ല. ഒരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. എന്തായാലും 150 ഗ്രാം കൂടുതൽ വരും. അപ്പോൾ അത് ഞാനിതുപോലെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉരുക്കിയ ശർക്കര നമുക്ക് മറ്റൊരു പാനിലേക്കൊന്ന് അരിച്ചെടുക്കാം. കല്ലോ മണ്ണോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കോളും. അപ്പോൾ ഇനി അരിച്ചെടുത്ത ശർക്കര പാനി നമുക്കൊന്ന് ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കാതെ നമുക്കിതൊന്ന് നല്ലപോലെ കുറുക്കിയെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ കുറുകി വരുന്നുണ്ട്. ഇച്ചിരി കൂടെ കുറുകേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇപ്പം നല്ലപോലെ ശർക്കരയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അതുപോലെ തീ കുറച്ച് വെച്ച് ചെയ്യുക കേട്ടോ. ഇനി ഈ സമയം നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കായ വറുത്തത് നല്ലപോലെ തണുത്ത് കിട്ടണം കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ എല്ലാം കൂടെ മിക്സാക്കി എടുക്കാം. ഫ്ലെയിം ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, പെട്ടെന്ന് കട്ടയായി പോവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് ആ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ചുക്ക്, അതുപോലെ തന്നെ 3/4 ടീസ്പൂണോളം ജീരകം, 3/4 ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഏലക്കായ. അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ശർക്കര വരട്ടി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കിയെല്ലാം ചെയ്തെടുത്തത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക, പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.